ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ പറയുന്നത് പഴയൊരു സ്റ്റോറിയുടെ ബാക്കി ഭാഗമാണ് കേട്ടോ. അപ്പം എല്ലാവരും കഥ കേൾക്കുക. കഥ കേട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്സ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്കിനി കഥയിലേക്ക് പോയാലോ. പൈപ്പ് ശരിയാക്കാൻ വന്ന ആള് ഇങ്ങനെ വെള്ളം കുടിച്ചോണ്ട് നിൽക്കുകയാണ്. കുറച്ച് മുമ്പേ എൻ്റെ അടുത്ത് ചോദിച്ചാണ്, എനിക്ക് ഇച്ചിരി വെള്ളം തരുമോ, നന്നായിട്ട് ദാഹിക്കുന്നു എന്ന്. ആ സമയത്ത് തന്നെ ഞാൻ അപ്പുറത്ത് പോയി അടുക്കളയിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം എടുത്തോണ്ടെന്ന് അയാൾക്ക് കൊണ്ടുപോയി കൊടുത്തു. കൊടുത്ത സമയം തൊട്ട് ഇങ്ങനെ കുടിച്ചോണ്ട് നിൽക്കുകയാണ്, പണിയൊന്നും ചെയ്യുന്നില്ല. അതെ, എന്താ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നേ? ഇവിടെ അടുക്കളയിൽ പരിപാലിക്കാനും കാര്യങ്ങളൊക്കെ ഉള്ളതാ. ഇങ്ങനെ ഫുൾ ടൈമായിട്ട് വെള്ളം ഇങ്ങനെ തുറന്ന് അടച്ചിടാൻ പറ്റത്തില്ല കേട്ടോ എന്ന് ഞാൻ അയാളോട് പറഞ്ഞു. രാവിലെ ആയിരുന്നു വാഷ് ബേസിന് തൊട്ടിപ്പുറത്ത് ബാത്റൂമിനടുത്ത് പൈപ്പ് പൊട്ടിയത്. ആ സമയത്ത് തന്നെ അയാൾ വന്നിട്ട് പുറത്തെ ആ ടാങ്കിന്റെ തൊട്ടിപ്പുറത്തെ ഭാഗത്തായിട്ട് പൈപ്പ് അങ്ങ് പൂട്ടി. മെയിൻ പൈപ്പ് പൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ അകത്തും പുറത്തും ഒന്നും വെള്ളം വരില്ലല്ലോ. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇനി ആകെ കൂടിയുള്ള രക്ഷ പൈപ്പ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നടക്കത്തുള്ളൂ. അതിങ്ങനെ താങ്ങി തൂങ്ങി ഇങ്ങനെ നിൽക്കുകയാണ് ഇയാള്. എനിക്കത് കണ്ടപ്പോൾ നന്നായിട്ട് ദേഷ്യം തോന്നി. പൈപ്പ് ശരിയാക്കാൻ വന്ന ആള് ഏകദേശം ഒരു 10-36 വയസ്സ് കാണും. ഒരു ലുങ്കിയാണ് വേഷം. ആളത് കൊടുത്ത് വീടിയും വലിച്ച് അവിടെ ഇവിടെയൊക്കെ നോക്കി നടക്കുകയാണ്. എനിക്കാണെങ്കിൽ നല്ല ദേഷ്യം തോന്നുന്നുണ്ട്. അടുക്കലാണെന്നുണ്ടെങ്കിൽ വെള്ളമെടുക്കാൻ വെള്ളം കിട്ടുന്നില്ല. അങ്ങനെ സഹിക്കെട്ട് ഞാൻ അയാളോട് പോയി പറഞ്ഞു, അതെ, അടുക്കളയിൽ എന്തെങ്കിലുമൊക്കെ പരിപാലിക്കണം, നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ചെയ്യേ. ഇതിപ്പോ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാല് എങ്ങനെ കാര്യം നടക്കാം എന്നൊക്കെ ഞാൻ അയാളോട് പറയുമ്പോൾ അയാള് ഒന്നും കേൾക്കാത്ത മട്ടിൽ എന്നോട് പറഞ്ഞു, അതെ, ഒരു സഹായം വേണം. ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചു നേരം എൻ്റെ കൂടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനെല്ലാം പെട്ടെന്ന് ചെയ്തു തരാം എന്ന് ഒറ്റ വാക്കിൽ അയാൾ മറുപടി പറഞ്ഞു. അത് കേട്ട സമയത്ത് ഞാനിങ്ങനെ ആലോചിച്ചു, അത് വേണോ വേണ്ടായോ? മറ്റൊന്നുമല്ല, ഞാൻ കാശ് കൊടുത്തിട്ടില്ലേ ഇയാളെ വിളിച്ചത്. ഇപ്പോ വന്നിട്ട് ഞാൻ കൂടെ ചെന്ന് നിൽക്കണമെന്ന് പറഞ്ഞാൽ അതെവിടുത്തെ മര്യാദയാണ്? അങ്ങനെയൊക്കെ ചെയ്യണോ എന്നൊക്കെ ഞാനിങ്ങനെ ചിന്തിച്ചാലോചിച്ചു. പിന്നെ എൻ്റെ ആവശ്യം കൂടെ ആണല്ലോ. പൈസ കൊടുക്കുന്ന ഞാനാണെങ്കിലും അത് പെട്ടെന്ന് ചെയ്തു തീർക്കണം എന്നുള്ളത് എൻ്റെ അത്യാവശ്യം കൂടെ അല്ലേ. ഞാനൊന്നും നോക്കിയില്ല, ഓക്കെ എന്ന് പറഞ്ഞ് പെട്ടെന്ന് തീർക്കണം എന്നും ഞാൻ അയാളോട് മറുപടി പറഞ്ഞു. അതൊന്നും പേടിക്കണ്ട മാഡം, മാഡം കുറച്ചു നേരം ഹെൽപ്പ് ചെയ്ത് തന്നാൽ മതി. മാഡത്തിന് ഭക്ഷണം ഉണ്ടാക്കാനും കാര്യങ്ങളൊക്കെ അതെല്ലാം പെട്ടെന്ന് നടക്കുകയും ചെയ്യും. പിന്നെ എനിക്ക് എൻ്റെ പണി പെട്ടെന്ന് പൂർത്തിയാക്കി പെട്ടെന്ന് വീട്ടിലും പോകാമല്ലോ. മാഡം ഒന്ന് ഹെൽപ്പ് ചെയ്ത് തന്നാൽ മതി, അല്ല അതൊന്നും ചെയ്യണ്ട എന്ന് അയാളോട് എന്നോട് മുഖത്ത് നോക്കി തന്നെ പറഞ്ഞു. അങ്ങനെ ഞാൻ അയാൾക്കൊപ്പം ആ ഒരു പണികളിലെല്ലാം സഹായിക്കാൻ വേണ്ടിയിട്ട് കൂടെ അവിടേക്ക് ചെന്ന സമയത്ത് തന്നെ കുറേയധികം പൈപ്പുകൾ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അതാണെന്നുണ്ടെങ്കിൽ പല നീളത്തിലും വണ്ണത്തിലുമുള്ള പൈപ്പുകൾ. എന്തോ പഴയ ഇവിടുത്തെ സാധനങ്ങൾ ചുമന്ന് കൊണ്ടുവന്നേക്കുകയാണ് അയാൾ. ഇവിടേക്ക് പുതിയ സാധനം വേണമെന്ന് എനിക്ക് നിർബന്ധം പിടിക്കാൻ പറ്റില്ലല്ലോ. അപ്പം എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ച് അയാൾക്കൊപ്പം നിന്നു. പെട്ടെന്ന് അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, മാഡം, ആ 3 ഇഞ്ചിൻ്റെ ആ PVC പൈപ്പിഞ്ഞെടുത്തേ. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്, ഇയാൾ എന്താടാ പറയുന്നേ? ഇയാൾ പെട്ടെന്ന് ഞാൻ അയാളുടെ തൊഴിലാളി വല്ലതും ആക്കണോ എന്നൊക്കെ ഞാനിങ്ങനെ വിചാരിച്ചു. ചേട്ടാ, അത് ഞാൻ എവിടെ നിന്ന് എടുത്തു കൊടുക്കാനാ? എനിക്കറിയില്ലല്ലോ ഏതാണെന്ന്. അപ്പോൾ അയാൾ എൻ്റെ അടുത്ത് ചൂണ്ടിക്കാണിച്ചു, മാഡം, ഇത് ഇല്ലേ കാണുന്ന ആ ഒരു വലിയ പൈപ്പാണ്, അതിന് എടുത്തുകൊണ്ട് വരുമോ? എനിക്ക് പെട്ടെന്ന് തീർക്കായിരുന്നു എന്ന് അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ അയാളെ തുറച്ചു നോക്കി. എന്തോ അയാൾക്കും ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു എൻ്റെ ആ നോട്ടത്തിൽ. ഞാൻ പെട്ടെന്ന് നിന്ന് ആ ഒരു പൈപ്പ് എടുത്തുകൊണ്ടുവന്ന് അയാളുടെ കൈ കൊടുത്തു. പെട്ടെന്ന് അയാൾ എൻ്റെ അടുത്ത് പറയാ, ഇതൊന്ന് മുറിച്ച് തരാമോന്ന്. ചേടാ, ഇതെങ്ങനെ മുറിക്കാം? അങ്ങനെ ചിന്തിച്ചിരിക്കുന്ന സമയത്ത് അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ദേ അവിടെ കാണുന്നൊരു ബ്ലേഡ് കണ്ടോ, അതാണ് ആസാം ബ്ലേഡ്. ആ ബ്ലേഡ് വെച്ചിട്ട് ഇങ്ങനെ കണ്ടിച്ചു കൊടുത്താൽ മതി, അപ്പോൾ അത് മുറിഞ്ഞു വന്നോളും. അങ്ങനെ പറഞ്ഞിട്ട് അയാളൊരു പുഞ്ചിരിയോടെ ബാക്കി പണി ചെയ്യാൻ തുടങ്ങി.
അയാളുടെ ആ വർത്തമാനം കേട്ടിട്ട് എനിക്ക് നല്ല ദേഷ്യം വന്നെങ്കിലും പിന്നെ ഞാൻ ആസാം ബ്ലേഡ് എടുത്ത് ആ ഒരു പൈപ്പിങ്ങിനെ മുറിച്ചു തുടങ്ങി. ആദ്യം നല്ല കട്ടിയായിരുന്നു, മുറിക്കാൻ പറ്റാത്ത നല്ല പരുക്കനായിട്ടുള്ള ആ ഒരു കുഴല് അതെങ്ങനെ മുറിക്കും എന്നൊക്കെ ആദ്യം വിചാരിച്ചു. പക്ഷേ സർവശക്തി എടുത്ത് ഞാനിങ്ങനെ വലിച്ചതിങ്ങനെ മുറിക്കാൻ തുടങ്ങി. പതുക്കെ അത് മുറിഞ്ഞു വന്നു. ആഹാ, മേഡം അവൾ കൊള്ളാലോ, ഇത് ഞാൻ ചെയ്തു കഴിഞ്ഞാൽ കുറേ സമയം എടുക്കും, മേഡത്തിന് നന്നായിട്ട് മുറിക്കാനും കാര്യങ്ങൾക്കൊക്കെ അറിയാം എന്നൊക്കെ അയാളൊരു കളിതമാശയോടെ എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ ചോദിച്ചു, ഇത്രയും ചെയ്താൽ മതിയോ, ഇനി ഞാൻ എൻ്റെ കാര്യങ്ങൾ നോക്കിക്കോട്ടെ എന്ന് പറയുമ്പോൾ അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഒന്നില്ല മാഡം, ഇവിടുത്തെ കാര്യങ്ങളെല്ലാം പെട്ടെന്ന് തീരാത്തോണ്ടല്ലേ, അതുകൊണ്ടല്ലേ ഞാൻ ഹെൽപ്പിന് ഒരാളെ വിളിച്ച്. മാഡത്തിന് വിരോധമില്ലെങ്കിൽ എന്നെ ഹെൽപ്പ് ചെയ്യേ, അല്ലാതെ ഞാനിത് ഒറ്റയ്ക്ക് എങ്ങനെ ചെയ്യാനാ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് അയാളോട് സാധാപം തോന്നി. കുറച്ച് സമയമല്ലേ ഉള്ളൂ, കുറച്ച് നേരം കൂടെ നിൽക്കാം എന്ന് വിചാരിച്ച് ഞാൻ അവിടെ തന്നെ നിന്നു. അങ്ങനെ സമയം പോയി ഏകദേശം 1 മണി കഴിഞ്ഞു. എനിക്കാണെങ്കിൽ നല്ല വിശപ്പുണ്ട്. ആളുടെ അടുത്ത് എനിക്ക് പറയാൻ പറ്റുമോ നല്ല വിശപ്പുണ്ടെന്ന്? അങ്ങനെ പറയുന്നത് ശരിയല്ലല്ലോ എന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു. എന്തെങ്കിലും കഴിക്കാൻ പോയി കഴിഞ്ഞാൽ ആൾക്കും എന്തെങ്കിലും എടുത്ത് കൊടുക്കണം. എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ അടുക്കളയിലേക്ക് കയറുമ്പോൾ ആളെൻ്റെ അടുത്ത് വീണ്ടും ഒരു ഗ്ലാസ് വെള്ളം തരും മാഡം എന്ന് ചോദിച്ച സമയത്ത് എനിക്കിട്ട് സാധാപം തോന്നി. കുറേ സമയമായില്ലേ അയാളും വന്ന് നടന്ന് കഷ്ടപ്പെടുന്നു, എന്നാൽ പിന്നെ എന്തെങ്കിലും കൊണ്ട് കൊടുക്കാം എന്ന് വിചാരിച്ച് ഞാൻ അകത്തേക്ക് ചെന്നിട്ട് ഞാൻ അവിടെ എല്ലാം ഒന്ന് പരതി നോക്കി. അവിടെ വേറെ ഒന്നുമില്ലായിരുന്നു. ആകെ ആ ഒരു പാട്ടയിൽ നേരത്തെ എടുത്ത് വെച്ചിരുന്ന കുറച്ച് ബ്രെഡ് കഷ്ണവും പിന്നെ ഒരു ജാമും ഉണ്ടായിരുന്നു. അത് ഞാൻ എടുത്തിട്ട് അതിനകത്ത് ബ്രെഡിലേക്ക് ജാം ഒന്ന് സെറ്റാക്കി വെച്ച് പിന്നെ ഒരിച്ചിരി വെള്ളത്തിന് പകരം ഒരു സ്കോഷ് കലക്കിയത് അതും കൂടെ ചേർത്തിട്ട് ആൾക്ക് കൊണ്ടുപോയി കൊടുത്തു. ആൾക്ക് അത് കണ്ടപ്പോൾ തന്നെ ഒരുപാട് സന്തോഷമായി. അത് എനിക്ക് അയാളുടെ മുഖം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. ആഹാ, എല്ലാം കാര്യമായിട്ടാണല്ലോ മാഡം. ഏതായാലും കൊണ്ടുവന്നത് നന്നായി. എന്തെങ്കിലുമൊക്കെ ഒന്ന് കുടിക്കാനും കഴിക്കാനും ഒക്കെ അങ്ങനെ ഒരു കൊതിയും കാര്യങ്ങളൊക്കെ എനിക്കുണ്ടായിരുന്നു. നല്ല ദാഹമുണ്ടേ എന്ന് പറഞ്ഞ് ആളൊന്ന് പുഞ്ചിരിച്ചു. അയാളുടെ ആ പറച്ചിലിൽ ഞാനൊന്ന് പുഞ്ചിരിച്ചു. എന്തോ എനിക്കൊന്ന് ചിരിക്കാനാണ് തോന്നിയത്. ആളത്രയും നേരം അങ്ങനെ നിന്നിട്ട് വളരെ ഗൗരവമായിട്ട് നിന്നിട്ട് പെട്ടെന്ന് അങ്ങനെ പറയുമ്പോൾ എനിക്കങ്ങനെ തോന്നി. അതെല്ലാം കഴിഞ്ഞപ്പോൾ ആളെൻ്റെ അടുത്ത് പറഞ്ഞു, മാഡം ഒരു ഹെൽപ്പും കൂടെ ചെയ്യുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ ഞാൻ ചെയ്തേണ്ടേ, വേറെ എന്തെങ്കിലും ആണോ, നീ കട്ട് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ പരിഭ്രമിച്ച് ഞാൻ ചോദിക്കുമ്പോൾ ആളെൻ്റെ അടുത്ത് പറഞ്ഞു, ദേ ആ പൈപ്പ് തീയുണ്ടല്ലോ അതിലൊന്ന് ഉരുക്കി തരണം എന്ന് പറഞ്ഞു. ഇതിൽ ഒട്ടിക്കാനാണ്. അപ്പോൾ ഞാൻ അയാളുടെ അടുത്ത് പറഞ്ഞു, ഇതെന്താ ഇങ്ങനെ ഉരുക്കിയിട്ട് ഒട്ടിക്കുന്നേ, അല്ലാതെ ഒട്ടത്തില്ലേ? അല്ലാതെയാണെന്നുണ്ടെങ്കിൽ മാഡം ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് എന്ന് പറഞ്ഞു. PVC പൈപ്പിൻ്റെ ആ 2 ഭാഗങ്ങളെടുത്ത് ഞാനത് ഒട്ടിക്കാനായിട്ട് നോക്കി. അപ്പോൾ അത് പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അയാൾ എൻ്റെ മുഖത്ത് നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. എന്തേ, പറ്റുന്നില്ലേ? ഞാൻ പറഞ്ഞു, പറ്റുന്നില്ല. എന്നാ ഒരു കാര്യം ചെയ്യ്, നേരെ അത് ഒന്ന് തീയിൽ നല്ല രീതിയിൽ ഒന്ന് ഒരുക്കിയെടുത്തിട്ട് ഒന്ന് ഒട്ടിച്ച് നോക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കുറച്ച് സമയത്ത് അങ്ങനെ നോക്കി നിന്നിട്ട് നേരെ ഒരു മണലവളൊക്കെ എടുത്ത് വെച്ച് തീ പറ്റിച്ചു. പതുക്കെ അത് ഒരുക്കിയതിന് ശേഷം ആ 2 PVC പൈപ്പുകൾ എടുത്തിട്ട് അങ്ങനെ കണക്ട് ചെയ്യാനായിട്ട് നോക്കി. അപ്പം അത് സുഖമായിട്ട് അത് ഒട്ടുന്നത് ഞാൻ കണ്ടു. അങ്ങനെ അത് ഒട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ അയാളെ നോക്കി. നിങ്ങൾ പ്ലംബർമാരുടെ ഈ ബുദ്ധി അപാരം തന്നല്ലോ എന്ന് ഞാൻ ഒരു കളിയാക്കലോടെ ഒരു തമാശയോടെ പറഞ്ഞു. അപ്പോൾ ആളത് കേട്ട് പൊട്ടിച്ചിരിച്ചു. നിങ്ങൾ അത്യാവശ്യം നല്ല രസികനാണല്ലേ എന്ന് ഞാനിങ്ങനെ ചോദിച്ചു അയാളോട്.
അത് പറഞ്ഞു കേട്ട സമയത്ത് ആളെല്ലാ പൈപ്പുകളും എടുത്തിട്ട് അകത്തേക്ക് കയറി. മാഡം, പണി കഴിഞ്ഞിട്ടില്ല, ഒന്ന് വരുമോ? ബാത്റൂമിൻ്റെ സൈഡിൽ ഇതൊന്ന് പിടിച്ചു തരാൻ പറ്റുമോ? 2 പൈപ്പും ഒന്ന് കണക്ട് ചെയ്യണ്ടേ, എങ്കിലേ അവിടെ ഒരു മാഡം പറഞ്ഞതുപോലെ പാചകങ്ങളും കാര്യങ്ങളൊക്കെ നടക്കത്തുള്ളൂ. അല്ലേ നമ്മൾ രണ്ടുപേരും വൈകുന്നേരം ആയാലും ഇങ്ങനെ തന്നെ നിൽക്കത്തുള്ളൂ എന്ന് പറഞ്ഞു കേട്ടപ്പോൾ അവിടെ നിന്ന് ഞാൻ പെട്ടെന്ന് ഓടി അകത്തേക്ക് ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ആളെന്തൊക്കെയോ തകൃതിയിൽ നല്ല രീതിയിൽ പണിയെടുക്കുന്നുണ്ട്. അപ്പം സമയത്ത് തന്നെ ആളെൻ്റെ അടുത്ത് ഈ ഒരു ഇരുമ്പ് കമ്പി എടുത്തിട്ട് അതൊന്ന് പഴുപ്പിച്ച് കൊണ്ടുവരാൻ പറഞ്ഞു. ഞാൻ ചോദിച്ചു, അതിനാ ഈ ഇരുമ്പ് കമ്പി ഇങ്ങനെ പഴുപ്പിച്ച് കൊണ്ടുവരുന്നത്? അത് പറ്റുന്നതല്ല, മേഡം ഇപ്പം അടുപ്പിൽ ചെറിയ പുകയുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഗ്യാസ് ഓണാക്കിയിട്ട് അതിനകത്ത് ആ ഇരുമ്പ് കമ്പി തീയിൽ മുക്കി വെക്കാൻ പറഞ്ഞു. അങ്ങനെ വെച്ച് കഴിഞ്ഞ സമയത്ത് അത്യാവശ്യം നല്ല ഓട്ടാവും, അപ്പോഴത്തേക്ക് കൊണ്ടുവന്നാൽ മതി എന്നിങ്ങനെ പറഞ്ഞു. ആ സമയത്ത് ഞാൻ എന്തിനാണെന്നറിയാതെ ആ ഇരുമ്പ് കമ്പിയായിട്ട് അടുപ്പിലേക്ക് പോയി ഗ്യാസ് ഓണാക്കി ഇരുമ്പ് കമ്പി നല്ലപോലെ പഴുപ്പിച്ചു. ശേഷം അയാൾക്ക് കൊണ്ടുപോയി കൊടുത്തു. അങ്ങനെ കൊടുത്തു കഴിഞ്ഞ സമയത്താണെന്നുണ്ടെങ്കിൽ ആള് അതൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പൈപ്പിലേക്ക് ഇങ്ങനെ കുത്തിവെച്ചു. അങ്ങനെ പതുക്കെ അങ്ങനെ കുത്തിവെച്ച് ആ പ്ലാസ്റ്റിക് ഉരുകാൻ തുടങ്ങി. പതുക്കെ ആ പ്ലാസ്റ്റിക്കിൻ്റെ ഇടയിൽ കൂടി ഒരു ഹോൾ അയാളിട്ടു. അപ്പം തന്നെ ഞാൻ അയാളെ നോക്കി, ചേട്ടാ ഇത് ഭയങ്കര ബുദ്ധിപരമായിട്ടുള്ള കളിയാണല്ലോ എന്നെനിക്ക് തോന്നി. കാരണം അത്രയും നേരം അത് വേറെ ഏതെങ്കിലും ബ്ലേഡ് കൊണ്ട് സ്ക്വയറിട്ട് റൗണ്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ തന്നെ നല്ല സമയമെടുക്കും. ഇതാണെങ്കിൽ പെട്ടെന്ന് കഴിയുന്നല്ലോ എന്നൊക്കെ എനിക്ക് തോന്നിപ്പോയി. ആ ഒരു സമയത്തിന് ശേഷം ആളെൻ്റെ അടുത്ത് പറഞ്ഞു, മാഡം ഇവിടെ ഞാനിവിടെ എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്, നേരെ ഒരു കാര്യം ചെയ്യ്, മാഡം ഇവിടെ ഒന്ന് പൈപ്പ് ഒന്ന് ഓണാക്കി കൊടുത്താൽ മതി. ഞാനവിടെ മെയിൻ പൈപ്പ് ഓൺ ചെയ്യുന്ന സമയത്ത് മാം ഇവിടെ ഈ ഒരു പൈപ്പ് ഒന്ന് ഓണാക്കി തരണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വെള്ളം കറക്റ്റായിട്ട് വരുന്നു എന്നൊക്കെ അറിയാൻ പറ്റൂ എന്ന് അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെ അയാൾ അതും പറഞ്ഞിട്ട് നേരെ പുറത്തേക്ക് പോയി. ഞാൻ ആ ഒരു സമയത്ത് ബാത്റൂമിൻ്റെ സൈഡിൽ നിൽക്കുകയായിരുന്നു. ആൾ പുറത്ത് പോയി ആ ഒരു മെയിൻ ടാപ്പ് അത് ഓൺ ചെയ്തിട്ട് വന്നു കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, മാഡം ഒരു കാര്യം ചെയ്യ്, ഇതൊന്ന് ഓണാക്കി നോക്കിയേ, ഓണാക്കി കഴിയുമ്പം നമുക്കറിയാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് ആള് ഓണാക്കാൻ പറഞ്ഞു. ഞാൻ അവിടെ ആ ഒരു ബാത്റൂമിലേക്ക് കയറി നിന്നിട്ട് ആ ഒരു പൈപ്പ് ഓൺ ചെയ്തു. പെട്ടെന്ന് പൈപ്പ് എല്ലാം കൂടെ പൊട്ടിത്തെറിച്ച പോലെ നേരെ വെള്ളം ഒരു ബോംബ് പോലെ തന്നെ ഞങ്ങളുടെ 2 പേരുടെയും ശരീരത്തിലേക്ക് വീണു. അത് ഒരു ചെമ്മയുടെ വെള്ളം ഉണ്ടായിരുന്നു, കുളിച്ച് നാശമായി എന്ന് പറയണം. അകത്തേക്കും മൊത്തം വെള്ളം തെറിച്ചു വീണു. ഞാൻ പെട്ടെന്ന് തന്നെ അയാളോട് ദേഷ്യപ്പെടുന്നു ചോദിച്ചു, എന്തൊരു പണിയാണോ താൻ കാണിച്ചത്? ഇങ്ങനെയാണോ പൈപ്പ് റെഡിയാക്കുന്നത്? ഇതിപ്പോൾ എൻ്റെ ശരീരം മൊത്തം വെള്ളം വീണില്ലേ? എൻ്റെ ആണെന്നുണ്ടെങ്കിൽ പുതിയ ഡ്രസ്സായിരുന്നു, എൻ്റെ അമ്മ വാങ്ങിച്ചെന്ന മാക്സിയാണ്, ഇതെല്ലാം നനഞ്ഞില്ലേ, എന്താ ഇപ്പം ചെയ്യുക എന്നെല്ലാം ഞാൻ അയാളോട് ദേഷ്യപ്പെട്ട് ചോദിച്ചു. അത് കേട്ട സമയത്ത് ആളെൻ്റെ അടുത്ത് പറഞ്ഞു, സോറി മാഡം, സോറി, അയ്യോ ഞാൻ അറിയാതെ പറ്റിപ്പോയതാ, ഇതിപ്പം ചെയ്തത് ഇങ്ങനെ ആവുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല, മാഡം ഇങ്ങനെ ചൂടാവല്ലേ എന്നൊക്കെ അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു. അത് പറയുന്ന കേൾക്കുന്ന സമയത്ത് തന്നെ എനിക്ക് നല്ല ദേഷ്യം തോന്നുന്നുണ്ടായിരുന്നു. കാരണം എൻ്റെ പുതിയ മാക്സി തന്നെ ഈ ഒരു പരുവത്തിലായില്ലേ. അങ്ങനെ പിന്നെ ഞാൻ എത്രയും നേരം ചെയ്തു കൊടുത്ത ഹാർഡ് വർക്ക് കാര്യങ്ങൾ അതൊക്കെ എന്തായി എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ അയാളോട് നല്ലപോലെ ദേഷ്യപ്പെട്ടു. ചേട്ടാ, തനിക്ക് പണി അറിയില്ലെങ്കിൽ വേറെ ആരെങ്കിലും വിളിച്ചാൽ മതിയായിരുന്നു. ഇതിപ്പോൾ എൻ്റെ വീടും നാശമായി, എൻ്റെ പരിപാടികളും നടന്നില്ല, ഒന്നും ശരിയായിട്ടില്ല, ഇതിനി എങ്ങനെ ശരിയാക്കും? ഇത് തനിക്കിനി ശരിയാക്കി വെക്കാൻ പറ്റുമോ? ഇതിനി താൻ ഇങ്ങനെയാണ് പണി ചെയ്യുന്നെങ്കിൽ പിന്നെ എങ്ങനെ ആവാനാ ശരിയാവാനാ എന്നൊക്കെ ഞാൻ ഒരുപാട് ദേഷ്യപ്പെടുമ്പോൾ ആളെൻ്റെ അടുത്ത് പറഞ്ഞു, മാഡം മാഡം ടെൻഷൻ അടിക്കണ്ട, മാഡം പറയുന്ന സമയത്ത് തന്നെ ഞാൻ പണി തീർത്ത് തരാം, എന്നോട് ദയവ് ചെയ്ത് ദേഷ്യപ്പെടാതിരിക്കുക എന്നൊക്കെ അയാൾ എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തു. പെട്ടെന്ന് ഞാൻ ഒരു പുച്ഛത്തോടെ പറഞ്ഞു, ശരി ശരി, പെട്ടെന്നാവട്ടെ, എനിക്കിവിടുത്തെ കാര്യങ്ങളെല്ലാം ചെയ്യാനുള്ളതാണ്, ഇനി ഇത്രയും സമയം എടുക്കാൻ പറ്റത്തില്ല,
പെട്ടെന്ന് എന്താണെന്ന് വെച്ച് ചെയ്യുക. അപ്പോൾ അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, മാഡം മാഡം കൂടെ ഒന്ന് ഹെൽപ്പ് ചെയ്യോ, എന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് പറ്റില്ല മാഡം എന്ന് പറഞ്ഞു. അത് കേട്ട സമയത്ത് തന്നെ ഞാനൊരു ദേഷ്യത്തോടെ തുറിച്ച് അയാളെ നോക്കി. ആ സമയത്ത്, മാഡം എൻ്റെ അവസ്ഥ അതായിപ്പോയി, എനിക്ക് കൂടുതലൊന്നും പറയാൻ വയ്യ, ഇതിപ്പോൾ എങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് ചെയ്ത് തീർക്കാനാണ്, മാഡം കൂടെ അകത്തേക്കൊന്ന് വരുമോ എന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ ആ ഒരു ബാത്റൂമിനകത്തേക്ക് കയറി ചെന്നു. പെട്ടെന്ന് അയാളുടെ അടുത്ത് പറഞ്ഞു, മാഡം ഞാൻ ഈ പൈപ്പിലൊന്ന് പിടിക്കാം, മാഡം അതൊന്ന് കണക്ട് ചെയ്ത് കൊടുത്താൽ മതി, അല്ലാതെ വേറെ പണിയൊന്നുമില്ല. അപ്പോൾ ഞാൻ അയാളുടെ അടുത്ത് പറഞ്ഞു, പെട്ടെന്നാവട്ടെ, ഇത് കുറേ സമയമായല്ലോ, ഇതിപ്പോൾ എന്ന് തീരാനാ എന്നൊക്കെ ഞാൻ ഇങ്ങനെ അടുത്ത് കെഞ്ചി പറഞ്ഞു. അങ്ങനെ ആ നനഞ്ഞ മാക്സി ഇട്ടുകൊണ്ട് ഞാനാണെങ്കിൽ ആ ഒരു അകത്തേക്ക് കയറി ചെന്നു. എല്ലാ കാര്യങ്ങളും ഓരോന്നോരോന്നായിട്ട് ഞാൻ ചെയ്യാൻ തുടങ്ങി. ആ സമയത്ത് അവൻ പറഞ്ഞതുപോലെ തന്നെ എല്ലാം ഓരോ രീതിയിൽ സെറ്റാക്കി വെച്ചു. അപ്പോൾ ഇതിലിപ്പം ഞാനും കൂടി പങ്കാളിയായല്ലേ, അപ്പോൾ പൈസയൊക്കെ കുറച്ച് കൊടുത്താൽ മതിയായിരിക്കും എന്ന് ഞാനിങ്ങനെ വിചാരിച്ചു. പക്ഷെ അപ്പോഴും പുറത്തുനിന്ന് തണുത്ത കാറ്റിങ്ങനെ വീശുന്നുണ്ടായിരുന്നു. ആകെപ്പാട് നനഞ്ഞ് കുതിർന്ന് നിൽക്കല്ലേ, തണുപ്പുകൊണ്ട് എനിക്ക് തീരെ പറ്റുന്നില്ലായിരുന്നു. പിന്നെ ആ സമയത്ത് നന്നായിട്ട് കിടങ്ങുന്നുണ്ടായിരുന്നു. ചെറിയ പനിയുടെ ജലദോഷത്തിൻ്റെയൊക്കെ ആ ഒരു അവസ്ഥ ഉണ്ടാവുമല്ലോ, അങ്ങനെയൊക്കെ എനിക്കും തോന്നിയിരുന്നു. ആ ടൈമിൽ ഇതിപ്പം കഴിഞ്ഞു കിട്ടിയിരുന്നെങ്കിൽ എന്നിങ്ങനെ വിചാരിച്ചു. അങ്ങനെ കുറേ സമയം അതിനകത്ത് തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിന്നു. ഒന്നും റെഡിയാവുന്നില്ലല്ലോ എന്നൊക്കെ വിചാരിച്ച സമയത്ത് ആളെൻ്റെ അടുത്ത് പറഞ്ഞു, മാഡം ഇപ്പം പേടിക്കണ്ട, പെട്ടെന്ന് നമുക്ക് ശരിയാക്കാം എന്ന് പറഞ്ഞിട്ട് ആൾ പറഞ്ഞു, ഇതൊന്ന് പിടിച്ചു നിർത്തിയാലേ, പൈപ്പ് തമ്മിൽ അതിങ്ങനെ അകന്നു പോകാൻ പാടില്ല, അങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കണം എന്ന് പറഞ്ഞു. ഞാൻ ആ പൈപ്പ് ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിന്നു. മാഡം ഒരു കാര്യം ചെയ്യും, ഞാൻ എന്തൊക്കെയായാലും പുറത്ത് പോയിട്ട് പൈപ്പ് ഒന്ന് ഓണാക്കിയിട്ട് നോക്കാം, ആ സമയത്ത് മാഡം അതൊന്ന് നന്നായിട്ടൊന്ന് ഉറപ്പിച്ചാൽ മതി, അപ്പോഴത്തേക്ക് എല്ലാ കാര്യങ്ങളും ശരിയാവും എന്ന് പറയുമ്പോൾ ഞാൻ അയാളുടെ മുഖത്തൊക്കെ നോക്കി. നേരത്തെ പോലെ വീണ്ടും എന്നെ കുളിപ്പിക്കാനാണോ? അങ്ങനെയൊന്നും ഉണ്ടാവില്ല മാഡം, ഇന്ന് മാഡം കൊണ്ടോടെ ചെയ്ത കാര്യങ്ങളല്ലേ, അപ്പോൾ അതേ കണക്കൊന്നും വരില്ല, എല്ലാം നോക്കിയാൽ മതി, പിടിച്ചു നിന്ന് കഴിഞ്ഞാൽ എല്ലാം നന്നായിട്ട് തന്നെ വരും എന്ന് പറഞ്ഞ അയാൾ അടുക്കളയിലെ പിന്നാമ്പുറത്തേക്ക് പോയി മെയിൻ സ്വിച്ച് ഓണാക്കാൻ. ആ ഒരു പൈപ്പ്, മെയിനായിട്ടുള്ള പൈപ്പ് ഓണാക്കി കഴിയുന്ന സമയത്ത് തന്നെ വെള്ളം എന്തൊക്കെയായാലും ബാത്റൂമിലേക്കും അടുക്കളയിലേക്കും വരും. ആ ടൈമിൽ തന്നെ അയാൾ പോയി അത് ഓൺ ചെയ്തു. ഞാൻ അത് രണ്ടും നല്ല രീതിയിൽ ഇങ്ങനെ പിടിച്ച് നിൽക്കുകയാണ്. പതുക്കെ അത് സെറ്റായിട്ട് വന്നു. അപ്പോൾ വെള്ളമൊന്നും പോകുന്നില്ല എന്ന് കണ്ടപ്പോൾ എനിക്ക് സമാധാനമായി. അപ്പോൾ തന്നെ ആളോട് അത്രയും നേരം ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിച്ചു. ചേട്ടാ, ഞാനങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു, എൻ്റെ ദേഷ്യം അത് കൺട്രോൾ ചെയ്യുന്ന കാര്യങ്ങളാണ്, എനിക്ക് എന്താണെങ്കിലും പെട്ടെന്ന് ദേഷ്യം വരും. ആളോട് എങ്ങനെ ഇപ്പം സോറി പറയാ, ഞാൻ പെരുമാറിയത് ശരിയായില്ല, എന്തായാലും ആളെനിക്കെല്ലാം പെട്ടെന്ന് ശരിയാക്കി തന്നല്ലോ എന്നൊക്കെ ഞാനിങ്ങനെ ആലോചിച്ചു. അങ്ങനെ ഞാൻ ആ ബാത്റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് അയാളൊരു പുഞ്ചിരിയായിട്ട് വന്നു. എന്താ മാഡം, ഇപ്പം എല്ലാം ഓക്കെ ആയില്ലേ? ആ, ഇനിയിപ്പോൾ പാചകം എന്താണെന്ന് വെച്ചാൽ നോക്കിക്കോ, അല്ലാതെ ഞാനിപ്പോൾ എന്താ പറയാനാ എന്ന് പറഞ്ഞു. പെട്ടെന്ന് ഞാൻ അയാളടുത്ത് പറഞ്ഞു, സോറി, ഞാൻ അറിയാതെ ആ സമയത്ത് നല്ലപോലെ ദേഷ്യം വന്നു, അതുകൊണ്ടാണ് കേട്ടോ ഞാനങ്ങനെ പറഞ്ഞേ. അതൊന്നും കുഴപ്പമില്ല മാഡം, എൻ്റെയും കൂടെ തെറ്റാണ്, ഞാനത് ആദ്യമേ ശ്രദ്ധിച്ചായിരുന്നെങ്കിൽ നേരത്തെ ഇത് ശരിയാക്കായിരുന്നു എന്ന് പറയുമ്പോൾ ആളെന്നെ നോക്കി. അങ്ങനെ ഞാൻ അടുക്കളയിലേക്ക് പോയി ഗ്യാസിൻ്റെ ആ ഒരു തീ ഓണാക്കി വെച്ചു. ആ ടൈപ്പിൽ തന്നെ നനഞ്ഞ മാക്സി ഇട്ടുകൊണ്ട് നന്നായിട്ട് തണുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ആ ഒരു തീയുടെ മുന്നിൽ അതേപോലെ നിന്നു. ആ ഒരു തണുപ്പിൽ നല്ല ചൂട് കാഞ്ഞ് ആ സമയത്ത് അങ്ങനെ നിൽക്കുമ്പോൾ നല്ല ചൂട് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. അപ്പോൾ ആളെൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, മാഡം, എൻ്റെ കൂലി തന്നിട്ടില്ല, എൻ്റെ കൂലി കിട്ടിയായിരുന്നെങ്കിൽ എനിക്കങ്ങ് പോകാമായിരുന്നു. അപ്പോൾ ഞാൻ അടുത്ത് പറഞ്ഞു, കുറച്ച് നേരം നിൽക്കേ, നമുക്ക് പോകാം എന്ന് പറഞ്ഞു.
അങ്ങനെ പറഞ്ഞ ശേഷം അയാൾക്ക് കുറച്ച് കഞ്ഞിവെള്ളം ഞാൻ എടുത്തു കൊടുത്തു. അത്രയും നേരം നിന്ന് പണിയെടുത്തതല്ലേ, കുറച്ച് ചൂട് കഞ്ഞിവെള്ളം കുടിച്ചോട്ടെ, ദാഹം മാറല്ലോ എന്ന് വിചാരിച്ച് ഞാൻ കൊടുത്തു. അയാളത് രുചിയോടെ കുടിച്ചു. അപ്പോഴും പുറത്തു നല്ല കാറ്റ് വീശുന്നുണ്ടായിരുന്നു. അടുക്കളയിലെ ആ ഒരു ചൂടിൽ ഞാനും അങ്ങനെ നിന്നു. ഈ കഥ പൂർണ്ണമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കി ഭാഗം വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക. പിന്നെ പുതിയ കഥകൾക്കായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി.